ശ്രീ കെ എഫ് തോബിയാസ് പഞ്ചായത്ത് അംഗം കൂടി നമുക്കുണ്ട്. ശ്രീ കെ എഫ് തോബിയാസ്, എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് വ്യക്തതയുണ്ടോ? തീർച്ചയായിട്ടും കുറ്റകരമായ അനാസ്ഥയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2021 മെയ് മാസത്തിൽ കോവിഡിന്റെ സമയത്താണ് ഈ ഉഷ ജോസഫ് എന്ന് പറയുന്ന ഈ പാവം പിടിച്ച തൊഴിലുറപ്പ് തൊഴിലാളിയായ കൂലി വേലക്കാരനായ ഭർത്താവ് കൂലി വേലയെടുത്ത് ജീവിക്കുന്ന കുടുംബം ആരോഗ്യ മേഖലയിൽ രക്ഷ നേടിപ്പോയതാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അവിടെ ചെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു 5 വർഷക്കാലം കഴിഞ്ഞപ്പോൾ തനിക്ക് നിരന്തരമായി വയറുവേദനയും കാര്യങ്ങളും അനുഭവപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂത്രത്തിലുള്ള ബ്ലഡ് വരുന്നത് കണ്ടു. ഡോക്ടർമാരെ നിരന്തരമായി പല ഡോക്ടർമാരെ സമീപിച്ചെങ്കിലും അവരെല്ലാം ചെറിയ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു, ഗുളികളൊക്കെ കഴിച്ചു. തിരികെ പോയി തൊഴിലുറപ്പ് മേഖലയിൽ പോയി പണിയെടുക്കും. വയറുവേദന ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലും പോയി തമലത്തിരിക്കും. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലുള്ള നാസർ ഡോക്ടറിന്റെ അടുത്ത് എന്ന് പരിശോധനയ്ക്ക് വിധേയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആലപ്പുഴയിലെ ശങ്കേഴ്സ് ലാബിൽ ചെന്നിട്ട് അവിടെ ഒരു എക്സ്റേ എടുക്കണം, സ്കാനിങ് ഒക്കെ എടുക്കണം. ഈ 2 കാര്യങ്ങൾ നടത്തി ഇന്നലെ പോയി തന്നെ കാണുകയുണ്ടായി. നാസർ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതിലൊരു കത്രിക കുടുങ്ങി കിടപ്പുണ്ട്, കുഴപ്പമില്ല. ഈ ഡോക്ടർ എവിടുത്തെ ഡോക്ടറാണ്? അതുകൂടി പറഞ്ഞു പോകാം. അത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഡോക്ടർ തന്നെയാണ്. അതെ. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ നേരെ വണ്ടാനത്തേക്ക് ഇന്ന് രാവിലെ വണ്ടാനത്തേക്ക് ചെല്ലണം. നിങ്ങളെ കാത്ത് 2 ഡോക്ടർമാർ അവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടാവും. അവരെ കണ്ട് കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവരെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല. 12 മണിയോട് അടക്കം അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, തിങ്കളാഴ്ച ഇങ്ങോട്ട് പോരുക. പോന്നു കഴിഞ്ഞാൽ നമുക്ക് നിസ്സാര മൈനർ ഓപ്പറേഷനോട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് പുറത്തോട്ടൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട എന്നുകൂടെ അവരോട് നിർദ്ദേശം കൊടുത്തു. ഇതാണ് ആരോഗ്യ മേഖലയുടെ അവസ്ഥ. നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മളെ രക്ഷിക്കേണ്ടത് അങ്ങനെ ഒരു കുറ്റക്കാരൻ ഉണ്ടെങ്കിൽ, കുറ്റക്കാരി ഉണ്ടെങ്കിൽ, ആരോഗ്യ മേഖലയിൽ ഒരു പിഴവുണ്ടെങ്കിൽ അതിനെ മൂടി വെക്കലല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പരിഹാരം എന്നത്. അതെ, പരിഹാരം അതല്ല. രക്ഷ തേടി എവിടെയാണോ ചെല്ലുന്നത്, നമ്മൾ രക്ഷ എന്ന് കരുതി ചെല്ലുന്ന ഡോക്ടർമാർ ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങൾ, കെടുകാര്യസ്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏത് മേഖലയിലാണ് ചെയ്യുന്നത്? നമ്മൾ പ്രാപ്യമായ സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ പ്രാപ്യമായ മേഖലയാണ് നമ്മുടെ ആരോഗ്യ മേഖല, നമ്മുടെ മെഡിക്കൽ കോളേജുകൾ. ശരിയാണ്. ഞാൻ എന്റെ ചോദ്യത്തിൽ അങ്ങ് മറ്റ് ഭാഗത്തേക്ക് പോകുന്നു. അല്ല, ഇതിലേക്ക് വന്നാൽ ഇപ്പോൾ ഡോക്ടറെ കണ്ടു, സ്കാനിംഗ് റിപ്പോർട്ടിൽ ഇത് കണ്ടു, അവിടെ ചെല്ലാൻ പറഞ്ഞു, ചെന്നു. അതിനുശേഷം എന്താണ് നടക്കുന്നത്? അവിടെ ചെന്നു. പക്ഷെ തിങ്കളാഴ്ച വരണം എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ ചെറിയ ഓപ്പറേഷൻ എടുത്തു കഴിഞ്ഞ് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇത് ആരോടും പറയാൻ നിൽക്കണ്ട. പലരും നിങ്ങളെ വിളിക്കും, പക്ഷെ ആരോടും പറയാൻ നിൽക്കണ്ട, നമുക്കിത് സെറ്റ് ചെയ്തേക്കാം എന്നാണ് ഡോക്ടർമാർ അവർക്ക് നിർദ്ദേശം. അതുകൊണ്ട് അവർക്ക് മെഡിക്കൽ കോളേജിൽ പോകാൻ ഭയമാണെന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോകാൻ ഈ MRI നിർദ്ദേശിച്ച ഡോക്ടർ തന്നെയാണോ ഇത് പറഞ്ഞത്? MRI ഈ സ്കാനിങ് ഈ എക്സ്റേ നിർദ്ദേശിച്ച ഡോക്ടർ തന്നെയാണ് പറയുന്നത്. ആരോടും പറയണ്ട. ഈ ഉഷ ജോസഫിന്റെ മകനോട് ഉൾപ്പെടെ പറഞ്ഞു, എങ്ങും പറയേണ്ട, നമുക്കത് സെറ്റിൽ ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. മകൻ ഇപ്പൊ വന്നിട്ടില്ല, മകൻ ഇവിടെ ജോലി സ്ഥലത്താണ്. മകൻ വരുമ്പോൾ മകനോട് സംസാരിച്ച് അറിയാൻ പറ്റും എന്താണ് പറഞ്ഞത്. അതുകൊണ്ട് കുറ്റകരമായ അനാസ്ഥയാണ്. ഈ അനാസ്ഥക്കെതിരെ ജനപ്രതിനിധികളായിട്ടുള്ള പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഒന്നടങ്കം സമരം. ഈ നീതി ലഭിച്ചില്ലെങ്കിൽ, ഗവൺമെന്റ് ഈ പേഷ്യന്റിനെ, ഈ രോഗിക്ക് മതിയായ തുടർ ചികിത്സ കൊടുക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു സംശയം, വയറ്റിലെ ഏത് ഭാഗത്താണ് ഈ കത്രിക കുടുങ്ങിയത്? അടിവയറ്റിലാണ്. അല്ല, അത് അപകടകരമായ സ്ഥിതിയിലാണോ അതോ സാധാരണ സർജറി ചെയ്ത് മാറ്റാൻ കഴിയുന്ന അവസ്ഥയിലാണോ? ഇക്കാര്യത്തിൽ അവരുടെ ആരോഗ്യം വളരെ പ്രധാനമാണല്ലോ, അവരുടെ ജീവൻ വളരെ പ്രധാനമാണല്ലോ. ഇപ്പോൾ ആശുപത്രിയിൽ നേരത്തെ ട്രീറ്റ് ചെയ്ത ആളുകൾക്ക് അത്ര പ്രധാനമല്ലെങ്കിലും നിങ്ങളെ സംബന്ധിച്ച്, ജനപ്രതിനിധികളായ ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവൻ വളരെ പ്രധാനമാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവരുടെ ആരോഗ്യം, അക്കാര്യത്തിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവരുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവിടെ പ്രാദേശികമായിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് അറ്റരായിരുന്നു അവർ. പക്ഷെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയി പരാതി കൊടുക്കും, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും, ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കും, ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കും. നീതി ലഭിച്ചില്ല എങ്കിൽ അവർ ഗവൺമെന്റ് ഏറ്റെടുക്കണം. അവരുടെ തുടർ ചികിത്സ ഗവൺമെന്റ് ഏറ്റെടുക്കണം. ഏറ്റെടുത്തില്ല എങ്കിൽ ശക്തമായ സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. ഒരു സംശയം വേണ്ട. അല്ല, ഈ 5 വർഷം മുമ്പ്, ഞാനിപ്പോൾ ഈ സമരവും മറ്റും അതിന്റെ രാഷ്ട്രീയ വശങ്ങളും അല്ല, ഇപ്പോൾ 5 വർഷം മുമ്പാണ് കത്രിക വയറ്റിൽ കുടുങ്ങിയത് എന്താണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അന്ന് എങ്ങനെയാണ് അവർ ആശുപത്രിയിൽ എത്തിയത്? അന്നത്തെ സാഹചര്യം എന്തായിരുന്നു? അതിനുശേഷം ഈ വയറുവേദനയുമായ ആശുപത്രിയിൽ എത്തുമ്പോൾ ഒരു തരത്തിലും ഇങ്ങനെയൊരു വിദഗ്ധ പരിശോധനയ്ക്ക് നിർദ്ദേശം ഉണ്ടായില്ലേ? ഒരു തരത്തിലും വിദഗ്ധമായ ഒരു ചികിത്സയ്ക്ക് നിർദ്ദേശം ഉണ്ടായില്ല.